ഇതേപോലെ നമ്മൾ ഫുഡൊക്കെ മേടിക്കുന്നതിൻ്റെയൊക്കെ ഡബ്ബ ഉണ്ടല്ലോ, അപ്പോൾ നമ്മളത് വെറുതെ കളയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇതേപോലെ ഡബിൾ ടേപ്പ് നമുക്ക് അതിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡബിൾ ടേപ്പ് വേണം എടുക്കാൻ. അപ്പോൾ ഇതേപോലെ ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. അതിപ്പോൾ നമുക്ക് 2 പീസാക്കി മാറ്റാം. അപ്പോൾ ഇത്രയും മാത്രം മതി ഒരു സൈഡിൽ ഒട്ടിക്കാനായിട്ട്. ഇനി നമുക്കിത് റൂമിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് ഇത് ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോഴത്തേന് നമുക്ക് എന്ത് അത്യാവശ്യ സാധനങ്ങളൊക്കെ അതിനകത്ത്, ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് വയ്ക്കാം. സ്ലൈഡ്, കുട്ടികളുടെ ബണ്ണ് കാര്യങ്ങളൊക്കെ, അതെല്ലാമെങ്കിലും കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മരുന്ന്, ഇതൊക്കെ റൂമിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് വയ്ക്കുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അതിനകത്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കിച്ചണിലാണ് ഇത് വെക്കുന്നതെങ്കിലും നമുക്ക് ലൈറ്റർ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വയ്ക്കാം. ഇപ്പോൾ റൂമിലാണെങ്കിൽ ഇതേപോലെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. നമുക്ക് പെട്ടെന്ന് എടുക്കുന്നതിനും അതേപോലെ ഒരു സൈഡിലായിട്ട് ഒതുങ്ങിയിരുന്നോളും. വയ്ക്കുന്ന സ്ലൈഡാണെങ്കിലും ബണ്ണാണെങ്കിലും അതൊക്കെ നമുക്ക് ഇതേപോലെ റൂമിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിനകത്തോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ക്ലിപ്പുകൾ വേറെണ്ണത്തിൽ ഇതേപോലെ ക്ലിപ്പുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ മേടിച്ചിട്ട് കളയുന്ന ഡബ്ബയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക. ക്ലിപ്പുകൾ എല്ലാം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ക്ലിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് എലി, പല്ലി, പാറ്റ, പെരിച്ചാഴി എന്തിനു വേണമെങ്കിലും തുരത്താൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ തേയിലപ്പൊടി, കോൾഗേറ്റ്, അതേപോലെ തന്നെ മൂവ്, അപ്പോൾ ഇത് 3 മാത്രം മതി. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ തേയില എടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ പേസ്റ്റും മൂവും കുറച്ച് മാത്രം മതി. അപ്പോൾ ഒരു സ്വല്പം പേസ്റ്റ്, അതിപ്പം ഏത് കളറാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു സ്വല്പം മൂവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 കൂടെ ചേരുമ്പം നല്ലൊരു മണമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ഈ ഒരു സ്മെല്ല് പിടിക്കില്ല. അപ്പം നമുക്ക് മുറ്റത്താണെങ്കിലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട്, മുറ്റത്താണെങ്കിലും നമുക്ക് പെരിച്ചാഴി ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്തോട്ടേ അത് വരത്തില്ല. പിന്നെ അതേപോലെ അത്രയും മൂവ് എടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു കടലാസ് കഷ്ണത്തിലാക്കിയിട്ട് എവിടേക്കാണോ ആ ഭാഗത്തെല്ലാം വെച്ച് കൊടുക്കുക. അപ്പോൾ കിച്ചണിൽ ഒക്കെ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ടെങ്കിലും ഇത് നമുക്ക് ആ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതേപോലെ നമുക്ക് കബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് അലമാരയിലൊക്കെ ഇത് വെച്ച് കൊടുക്കാം. അപ്പം ആ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റ, ഈച്ച, അതേപോലെ തന്നെ ചെറിയ പ്രാണികൾ ഇതൊന്നും വരില്ല. അപ്പോൾ ഇതേപോലെ തന്നെ പേപ്പറിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഇതൊന്ന് വെച്ച് കൊടുക്കാം. എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. മുറ്റത്ത് പെരിച്ചാഴി ശല്യം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ചെടിയുടെ ഇടയിലൊക്കെ എലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചെടിയൊക്കെ നശിപ്പിക്കാനായിട്ട് എലികളൊക്കെ വരുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാം, പല്ലി, പാറ്റ ശല്യമൊക്കെ ഒഴിവാകാനായിട്ട്. അതേപോലെ ഉറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ ഒന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കി കിട്ടും.